കോവളം മഹാകവി അയ്യപ്പിള്ള ആശാൻ്റെയും മഹാകവി അയ്യനപ്പിള്ള ആശാൻ്റെയും പേരിലുള്ള കോവളം കവികൾ സ്മാരക സമിതിയുടെ കോവളം കവികൾ സാഹിത്യ പുരസ്കാര പ്രഖ്യാപനമായിട്ടാണ് നമ്മൾ ഈ പത്രസമ്മേളനത്തിൽ എത്തിയിട്ടുള്ളത്. ഈ വർഷത്തെ രാമകഥപ്പാട്ടിൻ്റെയും ഭാരതം പാട്ടിൻ്റെയും കോവളം കൃതികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ ഏർപ്പെട്ട മലയാളത്തിലെ സാഹിത്യ ഗവേഷകരും പണ്ഡിതന്മാർക്കുമാണ് നമ്മൾ പുരസ്കാരം കൊടുക്കുന്നത്. ആദ്യ പുരസ്കാരം നമ്മുടെ പുതുശ്ശേരി രാമേന്ദ്രൻ സാറിനായിരുന്നു. ഇത്തവണത്തെ പുരസ്കാരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിന് കോവളം കവികൾ സ്മാരക സമിതി ചെയർമാൻ വിനോദ് വൈശാഖി നിങ്ങളോട് സംസാരിക്കും. ഈ കോവളം കവികൾ 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നവരാണ്. കോവളത്തെ ആവാട് തുറ എന്ന ലൈറ്റ് ഹൗസ് ബീച്ച്, ആവാട് തുറ ലൈറ്റ് ഹൗസ് ബീച്ചാണ്. അവിടെ അവരുടെ സ്മാരകമുണ്ട്. ശരിക്കും താളിയോലകളിൽ നിന്ന് പുസ്തക രൂപത്തിലേക്ക് ഗ്രന്ഥങ്ങൾ സംഭാവന ചെയ്ത പലരെയും നമ്മളിന്ന് ഓർമ്മിക്കാറില്ല. ഇപ്പോഴും താളിയോലയിൽ നിന്ന് വലിയ ഗ്രന്ഥങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ 14-ാം നൂറ്റാണ്ടിൽ, അതായത് എഴുത്തച്ഛന് മുമ്പ്, രാമായണത്തിനും മഹാഭാരതത്തിനും ഒരു അച്ചടി ഉണ്ടാകുന്ന കാലഘട്ടം നമുക്കറിയാമല്ലോ. അപ്പോൾ 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അയ്യപ്പിള്ള ആശാനെ മലയാളത്തിൻ്റെ ഹോമർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അയ്യപ്പിള്ള ആശാൻ എഴുതിയ ഗ്രന്ഥത്തിൻ്റെ പേരാണ് രാമകഥപ്പാട്ട്. അത് രാമനെ മനുഷ്യനായി ചിത്രീകരിക്കുന്ന ഒരു പുസ്തകമാണ്. രാമൻ ദൈവമല്ല. സംസ്കൃത പണ്ഡിതനായിരുന്ന അയ്യപ്പിള്ള ആശാൻ കോവളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന മലയാളവും തമിഴും ഇടകലർന്ന ഒരു ഭാഷയിൽ തന്നെ ആകണം ആ കൃതി ജനങ്ങൾ വായിക്കേണ്ടത് എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഗ്രന്ഥ രചന നിർവഹിച്ചത്. അപ്പോൾ രാമകഥപ്പാട്ടിൻ്റെ താളിയോലകൾ കണ്ടെടുക്കുവാൻ വേണ്ടി പ്രയത്നിച്ച മഹാനായ ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ പി കെ നാരായണപിള്ള എന്നാണ്. നാരായണപിള്ള സാറിൻ്റെ അധ്വാനം ഒരുപാട് മനുഷ്യരിലൂടെ കടന്നുപോയി. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങൾ, ഒന്ന് കാലടി സംസ്കൃത സർവകലാശാലയുടെ VC ആയിരുന്ന ഡോക്ടർ എൻ ബി ഉണ്ണി മാഷും, അതുപോലെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന 100 പുസ്തകങ്ങളിലധികം എഴുതിയിട്ടുള്ള പണ്ഡിതനായ ഡോക്ടർ VS ശർമ്മ സാറും, ഇവർ രണ്ടുപേരും അതുപോലെ തന്നെ മറ്റു പണ്ഡിതന്മാരും ഒപ്പം ചേർന്ന് ഈ രാമകഥപ്പാട്ടിനെ പൊതുസമൂഹത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി, പുസ്തക രൂപത്തിലാക്കുന്നതിന് വേണ്ടി അതിൻ്റെ വ്യാഖ്യാനം നടത്തി, പദങ്ങളുടെ അർത്ഥം കണ്ടെത്തി പൊതുജനങ്ങൾക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി വലിയ പാടുപെട്ട വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ട് ഈ വർഷത്തെ പുരസ്കാരം നൽകുമ്പോൾ ആർക്ക് നൽകണം എന്ന ഒരു ചിന്ത ഉണ്ടായപ്പോൾ അത് ഇവരിൽ ആർക്കെങ്കിലും ആകണമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷത്തെ പുരസ്കാരം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഈ വർഷത്തെ പുരസ്കാരം നൽകുന്നത് ഡോക്ടർ VS ശർമ്മയ്ക്കാണ്. ഡോക്ടർ VS ശർമ്മ, അദ്ദേഹം കേരള സർവകലാശാലയിൽ മലയാള വിഭാഗം അധ്യക്ഷനായിരുന്നു. ഓറിയൻ്റൽ ഫാക്കൽറ്റി ഡീൻ, സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സിൻ്റെ ഡയറക്ടറായിരുന്നു. കേരള സർവകലാശാലയിലും MG സർവകലാശാലയിലും ഡീൻ ഓഫ് ഫൈൻ ആർട്സ് ആയിരുന്നു. സെനറ്റിലും അക്കാദമിക് കൗൺസിലും അംഗമായിരുന്നു. ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ ചെയർമാനായിരുന്നു. കേരളം കലാമണ്ഡലത്തിൻ്റെ പ്രസിഡന്റ്, കുഞ്ചൻ സ്മാരകം, മാർഗി, കൽക്കത്ത രാജാറാം മോഹൻ റോയ് ലൈബ്രറി ഫൗണ്ടേഷൻ അംഗം എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിനെ മറന്നുപോകരുത് നമ്മുടെ കേരളം എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഞങ്ങൾ കോവളം കവികൾ സ്മാരക പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. ഈ പുരസ്കാര സമിതി ചെയർമാൻ ഡോക്ടർ ജോർജ് ഓണക്കൂറാണ്.
മറ്റംഗങ്ങൾ അജിത് വെണ്ണിയൂർ, വിനോദ് വൈശാഖി. രാമകഥപ്പാട്ടിൻ്റെ പദാനുപദ സൂചിക തയ്യാറാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഭാഷാസ്നേഹിയാണ് VS ശർമ്മ. ഏറെ ശ്രമകരമായ ഈ ദൗത്യം പൂർത്തിയാക്കാൻ ഏറെ വർഷങ്ങളെടുത്തു. രാമകഥപ്പാട്ടിനെ കുറിച്ച് ഗവേഷണങ്ങൾ നടത്തുന്നതിന്, പുതിയ തലമുറയ്ക്ക് കൈമാറുന്നതിന് അത് ഗുണം ചെയ്തു. 11,111 രൂപയും പ്രശസ്ത ചിത്രകാരൻ കാരക്കാമണ്ഡപം വിജയകുമാർ രൂപകൽപ്പന ചെയ്ത പ്രശസ്തി പത്രവുമാണ് പുരസ്കാരമായി നൽകുന്നത്. ഓഗസ്റ്റ് 13 വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് VS ശർമ്മ സാറിൻ്റെ ശാസ്തമംഗലത്തെ വീട്ടിൽ വെച്ച് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ PC വിഷ്ണുനാഥ് പുരസ്കാരം സമ്മാനിക്കും എന്ന് അറിയിക്കുകയാണ്. ഞങ്ങൾ എല്ലാ മീഡിയ സുഹൃത്തുക്കളുടെയും എല്ലാ മീഡിയ സുഹൃത്തുക്കളെയും ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ജനകീയ മഹാകാവ്യങ്ങൾ, ഒന്ന് രാമകഥപ്പാട്ട്, മറ്റൊന്ന് ഭാരതം പാട്ട്. അതിൽ രാമകഥപ്പാട്ട് 1970 അത് താളിയോലയിൽ നിന്ന് പുസ്തക രൂപത്തിലായി. 1970 അത് പ്രസിദ്ധീകരിക്കുമ്പോൾ PK നാരായണപിള്ള മാഷ് ഭാഷാപരിമളം എന്ന പേരിലുള്ള വ്യാഖ്യാനത്തോടു കൂടിയാണ് അത് പ്രസിദ്ധീകരിച്ചത്. ആ രാമകഥപ്പാട്ടിൻ്റെ പ്രകാശനം നടന്നിട്ട് ഇപ്പോൾ ഏറെ കാലങ്ങൾ കഴിഞ്ഞു. അതിൻ്റെ ഒരു വാർഷികം ഈ വരുന്ന 17-ാം തീയതി ആ വാർഷികം നടക്കുകയാണ്. നമ്മുടെ പ്രസ് ക്ലബ്ബിൽ വെച്ച് വൈകുന്നേരം 4 മണിക്കാണ് രാമകഥപ്പാട്ടിൻ്റെ പുസ്തക രൂപത്തിലുള്ള പ്രകാശനത്തിൻ്റെ വാർഷികം. അത് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത എഴുത്തുകാരനും നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റുമായിട്ടുള്ള ഡോക്ടർ K. ജയകുമാർ സാറാണ്. അപ്പോൾ അത് 17-നാണ്. ആ 17-ാം തീയതി 4 മണിക്ക് എല്ലാവരെയും ഞങ്ങൾ ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. ആ പ്രകാശനത്തോടനുബന്ധിച്ച് രാമകഥപ്പാട്ടിൻ്റെ പ്രകാശനത്തിൻ്റെ തുടർച്ചയായി ഞങ്ങൾ നടത്തുന്ന ഒരു അന്വേഷണമുണ്ട്. അത് ഒരു ഫെസ്റ്റിവലാണ്. ഈ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് നമ്മൾ 51 തുറകളിലൂടെയുള്ള സഞ്ചാരമാണ്. 51 തുറകളെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് 51 തുറകളാണ്. ചിലപ്പോൾ കൂടുതൽ തുറകളുണ്ടാകാം. അപ്പോൾ 2027 നവംബർ മാസം കോവളം ആർട്ട് വില്ലേജിൽ വെച്ച് ഒരു വലിയ ഫെസ്റ്റ്, നമ്മൾ ഒരുപാട് ഫെസ്റ്റ് കണ്ടിട്ടുണ്ട്. മാതൃഭൂമിയുടെ ഫെസ്റ്റ് കണ്ടിട്ടുണ്ട്, അതുപോലെ മനോരമയുടെ ഫെസ്റ്റ് കണ്ടിട്ടുണ്ട്, സാഹിത്യോത്സവങ്ങൾ കണ്ടിട്ടുണ്ട്. ഏറെ വേറിട്ട ഒരു ഫെസ്റ്റിവൽ ജനകീയമായ രീതിയിൽ 2027 നവംബറിൽ കോവളം ആർട്ട് വില്ലേജിൽ സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി ഞങ്ങൾ 51 തീരദേശ തുറകളിലൂടെ ഒരു സാഹിത്യ സഞ്ചാരം നടത്തുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ തുറയായ ആവാട് തുറ, അതായത് അയ്യപ്പിള്ള ആശാനും അയ്യനപ്പിള്ള ആശാനും ജനിച്ച ആവാട് തുറയിൽ ഒന്നാമത്തെ തുറ മഹോത്സവം നടത്തുകയുണ്ടായി. അതിനോടനുബന്ധിച്ച് നമ്മുടെ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന കൃതികൾ, തീരത്തെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന കൃതികൾ ഇപ്പോൾ തന്നെ തീരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീരദേശത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ തുറ ഫെസ്റ്റിവലും വലിയ ചർച്ചയായി മാറുകയാണ്. അപ്പോൾ ആവാട് തുറയിൽ ഞങ്ങൾ ചർച്ച ചെയ്തത് KV മോഹൻകുമാറിൻ്റെ ഉല എന്ന പുസ്തകമാണ്. രണ്ടാമത്തെ ഫെസ്റ്റ് നമ്മൾ നടത്തിയത് പൊഴിയൂരാണ്, പൊഴിത്തുറ ഫെസ്റ്റ്. അവിടെ ഞങ്ങൾ ചർച്ച ചെയ്തത് നെയ്യാറ്റിൻകരയുടെ സാംസ്കാരിക ചരിത്രമാണ്. ഇനി മൂന്നാമത്തത് ഞങ്ങൾ ഈ തുറ ഉത്സവം സംഘടിപ്പിക്കുന്നത് കൊച്ചുതുറയിലും പൂവാറിലും പുതിയ തുറയിലുമാണ്. കൊച്ചുതുറ, പൂവാർ, പുതിയ തുറ. അത് കഴിഞ്ഞാൽ അടിമലത്തുറ, ഇരയമ്മൻതുറ, പൂന്തുറ, ഇങ്ങനെ പോകുന്ന തുറകളിലൂടെയുള്ള ഒരു സർഗാത്മക സാഹിത്യ സഞ്ചാരമായി അത് മാറും. അപ്പോൾ ഒരു കാര്യം കൂടെ ഇതിനനുബന്ധമായി സൂചിപ്പിക്കാം. ഇപ്പോൾ 2 കാര്യങ്ങൾ ഞങ്ങൾ ഈ മാസം നടത്തുന്നുണ്ട്. അത് ഞങ്ങൾ പറഞ്ഞു. ഈ ഓഗസ്റ്റ് 13-ാം തീയതി ശർമ്മ സാറിന് നൽകുന്ന പുരസ്കാരം. മറ്റൊന്ന് ഇവിടെ വെച്ച് തന്നെ പ്രസ് ക്ലബ്ബിൽ വെച്ച് തന്നെ ഓഗസ്റ്റ് 17 നടത്തുന്ന കോവളം കവികൾ സാഹിത്യ അവാർഡ്. ഈ 2 പരിപാടിയിലും എല്ലാ മീഡിയ പ്രവർത്തകരും എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ 17-ാം തീയതി മീഡിയ പ്രവർത്തകർ ഞങ്ങൾക്ക് പറയാനുള്ളത് 17-ാം തീയതി എന്ന് പറയുന്നത് ഇവിടെ
കോവളം പ്രദേശത്തുള്ള എല്ലാ പ്രിയപ്പെട്ട എഴുത്തുകാരും എത്തുന്ന ഒരു ദിവസം കൂടെ ആയിരിക്കും. മാത്രമല്ല, കോവളം കവികൾ പുരസ്കാരം നമ്മൾ ഇതിനു മുമ്പ് 2 എണ്ണമാണ് നൽകിയത്. ഒന്നാമത്തെ പുരസ്കാരം നൽകിയത് നമ്മുടെ പുതുശ്ശേരി രാമചന്ദ്രൻ സാറിനാണ് പുരസ്കാരം നൽകിയത്. രണ്ടാമത്തെ പുരസ്കാരം നൽകിയത് കവി പ്രഭാവർമ്മയ്ക്കാണ്. ഈ വർഷത്തെ പുരസ്കാരം നമ്മൾ കവിക്കല്ല നൽകുന്നത് എന്നാണ് പ്രത്യേകത. 100-ലധികം പുസ്തകങ്ങൾ രചിക്കുകയും ഇപ്പോൾ കാഴ്ച പരിമിതനായി പരസഹായത്തോടെ മാത്രം വീട്ടിൽ താമസിക്കുന്ന ഒരു പണ്ഡിതനായ മനുഷ്യനെ നമ്മൾ ഒന്ന് കാണണം. അദ്ദേഹത്തിന് കാഴ്ചയില്ലെങ്കിലും അദ്ദേഹം എത്ര ഭംഗിയായിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ വർഷങ്ങൾ പണിയെടുത്ത് നമുക്ക് സംഭാവനയായി നൽകിയ ഒരു പുസ്തകമാണ് ഈ രാമകഥപ്പാട്ടും ഭാരതം പാട്ടും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ 2 പുസ്തകങ്ങൾ 1970 രാമകഥപ്പാട്ടിൻ്റെ പുനഃപ്രകാശനം, 1988 ഡിസംബറിലാണ് ഭാരതം പാട്ടിൻ്റെ പുനഃപ്രകാശനം നടന്നത്.